ക്യുക്കറിയുടെ ഒരു പേരിൽ തന്നെയുണ്ട് ആക്ച്വലി എന്താണ് ക്യുക്കറി എന്നുള്ളത്. ക്യുക്ക് കറി, ഇതാണ് ക്യുക്കറി. ഇവർക്ക് ഒരുപാട് ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ ഇപ്പോ ഫിഷ് കറി, ബീഫ് കറി, ചിക്കൻ കറി, എഗ് കറി തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഇവരുടെ ഈ ഒരു ക്യുക്കറിയിൽ വരുന്നുണ്ട്. അപ്പോൾ ക്യുക്കറിക്ക് ആക്ച്വലി ഒരു ലോഞ്ചിങ് ക്യാമ്പയിൻ വേണം. ഇതായിരുന്നു നമ്മുടെ ക്ലയന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഒരു ബ്രാൻഡിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. വേറെ ഒന്നല്ല, എല്ലാവരും പറഞ്ഞു പോയ കുറെ സ്റ്റോറി തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെ എങ്ങനെ ഇവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, കുറേക്കൂടെ ഓഡിയൻസിലേക്ക് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതിന് ആ ഒരു തോട്ടിലാണ് ആക്ച്വലി ഞങ്ങൾ ക്യുക്കറിന്റെ കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാതെ ബാക്കിയുള്ള സമയം ഇവർക്ക് എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാം, അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി അവർക്ക് എങ്ങനെ അത് എന്താ പറയാ ഈ ഒരു സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം, സ്വന്തം സെൽഫിലേക്ക് അത് ഫോക്കസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായിട്ടാണ് ക്യുക്കറിനെ നമ്മൾ ശരിക്കും പ്ലേസ് ചെയ്തതും. അങ്ങനെയാണ് ഈ 5 സിനാരിയോസ് ഉണ്ടാവുന്നതും ആ ഒരു ആഡ് ഫിലിം ശരിക്കും ഒരു ക്യാമ്പയിൻ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിട്ട് മാറുന്നതും അങ്ങനെയാണ്. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ചാലഞ്ചസിലെല്ലാം നമ്മൾ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിന്നത് നമ്മുടെ ക്ലയന്റ് ആണ്. സോ ക്യുക്കറി ടീമാണ് ശരിക്കും നമ്മുടെ കൂടെ ഇത്രയും എന്താ പറയാ വലിയൊരു ബിഗ്ഗസ്റ്റ് സപ്പോർട്ടായിട്ട് അവർ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്റ്റോറിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നമുക്ക് ചെയ്യാൻ പറ്റിയതിന്റെ മറ്റൊരു റീസൺ.